ന്യൂ കേസ് ഫയൽ ചെയ്യാനായിട്ട് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഡാഷ്ബോർഡ് ഓപ്പണായി വരുന്നതിൽ ഓൺലൈൻ കോപ്പി ആപ്ലിക്കേഷന് താഴെയുള്ള ഫയലിംഗ് എടുക്കുക. ഫയലിംഗ് സെലക്ട് ആയി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഫയലിംഗ് ഓപ്ഷൻസ് കാണിക്കും. ഇതിൽ എന്ത് നമ്മൾ ഫയൽ ചെയ്യാൻ നോക്കിയാലും ഒരു OTP വെരിഫിക്കേഷൻ ഇതിൻ്റെ സ്റ്റെപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലായിരിക്കും ആ OTP വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ ആളാണ് ഈ ഫയൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം അത് പോയി അപ്ഡേറ്റ് ചെയ്യണം. അതിനായിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഈ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് ആരുടെ പേരിലാണോ അയാളുടെ നെയിം അവിടെ കാണിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിൽ നിന്ന് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പം പ്രൊഫൈൽ ഓപ്പൺ ആവും. ആ പ്രൊഫൈലിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം സെക്കൻഡറി കോൺടാക്റ്റ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സ്ഥിരം ഇപ്പോൾ ഈ ഫയൽ ചെയ്യുന്ന വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ നമ്പർ ജസ്റ്റ് അടിച്ചിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അതിൻ്റെ താഴെയുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇനി മുതൽ നമ്മുടെ ഈ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കും ഈ നമ്പറിലേക്കും ഒരേപോലെ OTP വന്നോളും. എന്നിട്ട് ബാക്ക് ടു ഫയലിംഗ് എടുക്കുക. എന്നിട്ട് കേസ് ഫയലിംഗ് സെലക്ട് ചെയ്യുക. ന്യൂ കേസ് അല്ലെങ്കിൽ ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ കേസ് ഫയലിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പണായി വരുന്ന വിൻഡോയിൽ റൈറ്റിൽ ടോപ്പിലും സ്റ്റാർട്ട് ന്യൂ ഡ്രാഫ്റ്റ് ഫയലിംഗ് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ പുതുതായിട്ട് കേസ് ഫയൽ ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ സ്റ്റാർട്ട് ന്യൂ ഡ്രാഫ്റ്റ് ഫയലിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ഫയലിംഗ് എന്ന് പറഞ്ഞ് അവർ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അതിൽ റെഡ് മാർക്കുള്ളത് മാത്രമാണ് കമ്പൾസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഈ എൻ്റെ സ്റ്റെപ്പിൽ റെഡ് മാർക്ക് മാത്രം കമ്പൾസറി ചെയ്യുക, ബാക്കിയെല്ലാം ഓപ്ഷണലാണ്. ഇതിൽ ഡിസ്ട്രിക്റ്റ്, കോർട്ട്, കേസ് ടൈപ്പ്, സബ്ജക്റ്റ്, ആപ്ലിക്കൻ ടൈപ്പ്, വക്കാലത്താണോ, മെമ്മോ ഓഫ് അപ്പിയറൻസ് ആണോ, പാർട്ടി സിഗ്നേച്ചർ ഉണ്ടോ, ക്രൈം രജിസ്റ്റേർഡ് ആണോ, ഇത്രയും ഡീറ്റെയിൽസാണ് അതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഡെമോ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഒരു MC കേസ് ഫയൽ ചെയ്യുന്ന മോഡ് ഞാൻ ചുമ്മാ ഒരു ഡെമോ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ അകത്ത് വക്കാലത്ത് മെമ്മോയുടെ അതിൻ്റെ അകത്ത് ഞാൻ വക്കാലത്തുണ്ടെന്ന് കൊടുക്കുന്നു. പിന്നെ ക്രൈം രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് S കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇപ്പം ഞാൻ ക്രൈം രജിസ്റ്റേർഡ് കേസിലുള്ള ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ചുമ്മാ ഞാനൊരു S എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ്. ഇപ്പം നിങ്ങളുടെ ക്രൈം രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് പാർട്ടി സിഗ്നേച്ചറാണ്. പാർട്ടി സിഗ്നേച്ചറിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ പാർട്ടിയുടെ സൈൻ ഉണ്ടെങ്കിൽ S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ആവശ്യമില്ല അല്ലെങ്കിൽ നോട്ട് റിക്വയർഡ് ആണെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തേച്ചും ജസ്റ്റ് റൈറ്റിൽ താഴെയുള്ള സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആയി കാണും. ഇനിയിപ്പം നെക്സ്റ്റ് അതിൽ ഓപ്പൺ ചെയ്ത് വരുന്ന പേജിൽ പൊക്കത്തൊരു നമ്പർ കാണിക്കും, EFDCK എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഈ കേസിൻ്റെ ഫയലിംഗ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റേജസ് ആണുള്ളത്, കുറച്ച് സ്റ്റെപ്പ് ഫില്ല് ചെയ്യാനായിട്ടുള്ളതെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ബേസിക് ഡീറ്റെയിൽസ്, സെക്കൻഡ് പാർട്ടി ഡീറ്റെയിൽസ്, തേർഡ് ക്രൈം ഡീറ്റെയിൽസ്, പിന്നെ ആക്ട് ആൻഡ് സെക്ഷൻസ്, പിന്നെ പെറ്റീഷൻ ഓർ IA ഫയലിംഗ്, പ്രയർ, അപ്ലോഡ് ഫയൽസ്, പേയ്മെൻറ്റ്, ഇൻഡെക്സ്, ഡോക്കറ്റ് ആൻഡ് ഫൈനലി ഫൈനൽ സബ്മിറ്റ്. ഇത്രയും സ്റ്റേജസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഈ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തായിരുന്നല്ലോ, സ്റ്റാർട്ട് ഫയലിംഗ് എന്ന് പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തല്ലോ, അത് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലായിട്ട് ഇവിടെ വന്ന് കാണിച്ചോളും. നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് കൊടുത്താൽ മതി, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് ആഡ് പാർട്ടിയാണ്. അതിൽ റൈറ്റിൽ ഒരു ആഡ് പാർട്ടി ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് പാർട്ടി ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് അഡ്വക്കേറ്റ് ഡീറ്റെയിൽസ്, ഈ 3 സ്റ്റേജസ് ആണ് അതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടി ഡീറ്റെയിൽസ്, അതിൻ്റെ അകത്ത് പാർട്ടി ടൈപ്പ് ഇപ്പോൾ പെറ്റീഷണർ സെലക്ട് ആയി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പെറ്റീഷണറുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, പാർട്ടി നെയിം, ജെൻഡർ, ഏജ്, അതും ഞാനിപ്പോൾ ഡെമോ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുവാണ്. ഇത് കൊടുത്തു കഴിയുമ്പോൾ താഴത്തേക്ക് വരുമ്പോൾ സേവ് പാർട്ടി ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. അതിൽ നമ്മൾ ഈ പെറ്റീഷൻ്റെ അഡ്രസ്സും പിൻകോഡും അടിച്ചു കൊടുക്കുക, അതും സേവ് അഡ്രസ്സ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം. പിന്നീട് അഡ്വക്കേറ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ആരുടെ അക്കൗണ്ടിലാണോ ഫയൽ ചെയ്യുന്നത് അവരെ മെയിൻ അഡ്വക്കേറ്റ് ആയിട്ട് അവർ ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും. ശേഷം താഴെ ജോയിൻ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ ആഡ് അഡീഷണൽ അഡ്വക്കേറ്റ് എന്നൊരു ഓപ്ഷൻ കാണില്ലേ, അവിടെ ജസ്റ്റ് അയാളുടെ നെയിം അടിച്ചു കൊടുക്കുക. അപ്പോൾ അയാളുടെ പേരും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് കാണിക്കും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ ആഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യണം. അപ്പം അവിടെ അയാളുടെ നെയിമും ആഡ് ചെയ്യപ്പെടും. എന്നിട്ട് സേവ് അഡ്വക്കേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഗ്രീനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ്, പെറ്റീഷണർ ഇത്രയും ഡീറ്റെയിൽസ് അവിടെ അപ്ഡേറ്റ് ആവും. ഇതേപോലെ തന്നെ സെക്കൻഡ് പെറ്റീഷണർ ഉണ്ടെങ്കിൽ ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇതിനും നമ്മൾ വീണ്ടും ആഡ് പാർട്ടി കൊടുക്കാം. അപ്പോൾ ഞാനൊരു പെറ്റീഷണർ ആഡ് ചെയ്യുന്നുള്ളൂ, അടുത്ത് ഞാൻ റെസ്പോണ്ടൻറ്റിനെ ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ സെയിം രീതിക്ക് ആഡ് പാർട്ടി കൊടുത്തിട്ട് പാർട്ടി ടൈപ്പ് മാത്രം പെറ്റീഷണർക്ക് വരും റെസ്പോണ്ടൻറ്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് ബാക്കിയെല്ലാം സെയിം മെത്തേഡ്, സെയിം രീതിക്ക് തന്നെ ചെയ്യണം. പാർട്ടി നെയിമും അതേപോലെ തന്നെ ജെൻഡർ, ഏജ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്നിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് സേവ് പാർട്ടി ഡീറ്റെയിൽസ് എന്ന് പറയുന്നിട്ടുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ റെസ്പോണ്ടൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സേവ് ആവും. പിന്നെ അതേപോലെ അടുത്ത കോൺടാക്ട് ഡീറ്റെയിൽസ് അതും സെയിം രീതിക്ക് അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ വന്ന് വെച്ചും സേവ് അഡ്രസ്സ് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് റെസ്പോണ്ടൻ്റെ അഡ്വക്കേറ്റിന് അറിയാം എങ്കിൽ മാത്രം നിങ്ങൾക്ക് അടിച്ചിട്ട് സേവ് കൊടുക്കുക, ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾ ആരെ ആഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ റെസ്പോണ്ടൻ്റ് ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഈ സെയിം രീതിക്ക് തന്നെ അതും ചെയ്യാം.
അടുത്തതെന്ന് പറയുന്നത് ക്രൈം ഡീറ്റെയിൽസ് ആണ്. അപ്പം ഞാൻ ക്രൈം രജിസ്റ്റേർഡ് ആണോ എന്ന് ചോദിച്ചതിൽ എസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് വന്നത്. ഇപ്പം നിങ്ങൾ നോ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാവത്തില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഈ ബാക്കിയുള്ള സ്റ്റെപ്പേ ഉണ്ടാവത്തുള്ളൂ, ഈ ഒരു ക്രൈം ഡീറ്റെയിൽസ് ഉണ്ടാവത്തില്ല. ഈ ക്രൈം ഡീറ്റെയിൽസിൽ കമ്പൾസറി ആയിട്ട് ചെയ്യാനുള്ളത് ക്രൈം രജിസ്റ്റേർഡ് ഓഫീസും ഫയലിംഗ് നമ്പറും ക്രൈം നമ്പറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ ക്രൈം രജിസ്റ്റേർഡ് ഓഫീസിൽ നിങ്ങൾ ഏത് സ്റ്റേഷൻ്റെ അണ്ടറിലാണോ ഇത് വന്നേക്കുന്നത് അല്ലെങ്കിൽ ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ സ്റ്റേഷൻ അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്ഷൻ അവർ കാണിച്ചോളും. എന്നിട്ട് അത് സെലക്ട് ചെയ്യാം. എന്നേച്ചും താഴത്തേക്ക് വരുമ്പം ഈ FIR ടൈപ്പും നമ്പറും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ആദ്യം ചൂസ് ടൈപ്പിൽ എന്ത് ചെയ്യുക, ക്രൈം സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ക്രൈം നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഏത് ഇയറാണെന്ന് വെച്ചാൽ ആ ഇയർ അടിച്ചു കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ട് ജസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അത് സേവ് ആയിക്കോളും. പിന്നെ ശേഷം അത് കഴിഞ്ഞിട്ട് ആക്ട് ആൻഡ് സെക്ഷൻസ് ആണ്. അപ്പോൾ അതിലെന്ന് പറയുന്നത് നിങ്ങൾ ഏത് ആക്ടിൻ്റെ അണ്ടറിൽ ഏത് സെക്ഷനിലാണോ ഇത് ഫയൽ ചെയ്യുന്നത്, ഇതാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സേവ് കൊടുക്കുക. അത് സേവ് കൊടുക്കുമ്പോൾ ഈ നോ ആക്ട് സെക്ഷൻസ് ലിസ്റ്റ് ഫൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അത് ആഡ് ചെയ്യപ്പെടും. അതേപോലെ ഒന്നിൽ ആക്ടും സെക്ഷൻസും ഉണ്ടെങ്കിൽ ഈ സെയിം രീതിക്ക് തന്നെ നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതേപോലെ അതിൻ്റെ അടിയിൽ ആഡ് ചെയ്തോളൂ. ഈ ആക്ട് ആൻഡ് സെക്ഷൻസ് കഴിഞ്ഞിട്ട് അടുത്തത് പെറ്റീഷൻ ഓർ IA ഫയലിംഗ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ മെയിൻ കേസ് ടൈപ്പ് MC എടുത്തതുകൊണ്ട് IA ടൈപ്പ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ CMP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ജസ്റ്റ് അത് സെലക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ IA ക്ലാസിഫിക്കേഷനിൽ ഞാൻ എന്ത് IA ആണോ ഇടുന്നത്, അപ്പോൾ നമ്മുടെ മെയിൻ പെറ്റീഷൻ കൂടാണ്ട് നമ്മൾ സബ്ബായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും IAകളോ CMPകളോ ഇടത്തില്ലേ, അതാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആപ്ലിക്കേഷൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഈ IAയിൽ ആ ഇൻ്റർവ്യൂ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്ത് അതിൻ്റെ പ്രയർ എൻ്റർ ചെയ്ത് ഡോക്യുമെൻറ്റ് ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് പെറ്റീഷണറെ സെലക്ട് ചെയ്ത് വെച്ചും ആഡ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഉടനെ ലെഫ്റ്റ് സൈഡിൽ ഈ ആപ്ലിക്കേഷൻസിൻ്റെ അണ്ടറിലായിട്ട് എന്ത് ചെയ്യും, ഈ ആഡ് ചെയ്തത് വന്ന് കിടന്നോളും. അതേപോലെ ഒന്നിൽ കൂടുതൽ IA ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ അടുത്തത് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് വെച്ചും ആഡ് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മെയിൻ പ്രയർ അടിച്ചു കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലോഡ് ഫയൽസ് ആണ്. അപ്ലോഡ് ഫയൽസിലാണ് നമ്മൾ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ IAയിൽ നമുക്ക് ഇതിൻ്റെ സബ് പെറ്റീഷൻസും കാര്യങ്ങളും IA ആയിട്ട് അല്ലെങ്കിൽ CMP ആയിട്ട് ഫയൽ ചെയ്യുന്നതെല്ലാം അവിടെ അപ്ലോഡ് ചെയ്തു. ഇനി ബാക്കി മെയിൻ പെറ്റീഷൻസും വക്കാലത്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ട്, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ഈ ഡോക്യുമെൻ്റ് ടൈപ്പ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പ്ലെയിൻ്റ് ആണെങ്കിൽ പ്ലെയിൻ്റ്, കംപ്ലയിൻറ്റ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. വക്കാലത്താണെങ്കിൽ വക്കാലത്ത്, ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് സെലക്ട് ചെയ്യുക. എന്നുവെച്ചും അതിൻ്റെ ഡോക്യുമെൻറ്റ് ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, ഡോക്യുമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് ഡോക്യുമെൻറ്റ് ഫയലിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെ തന്നെയായിട്ട് ബ്ലൂ ബോക്സിൽ മറ്റേ സേവ് ഡോക്യുമെൻറ്റ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം റൈറ്റ് സൈഡിൽ ആ നോ ഡോക്യുമെൻറ്റ് ലിസ്റ്റ് ഫൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അത് ആഡ് ചെയ്തോളും. അങ്ങനെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ വക്കാലത്തും കാര്യങ്ങളും എല്ലാം ഇതേ രീതിക്ക് തന്നെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ഓർഡറിൽ റൈറ്റ് സൈഡിൽ കാണിക്കും. നെക്സ്റ്റ് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റിൽ നിങ്ങളുടെ CFും LBFും എല്ലാം എന്ത് ചെയ്യുക, ആ കറക്റ്റ് എമൗണ്ട് വെച്ച് ഇതിലേക്ക് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് വെച്ചും നമ്മൾ ട്രഷറി വഴിയാണെങ്കിൽ ട്രഷറി വെച്ച് സെലക്ട് ചെയ്യുക. അപ്പം അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഗേറ്റ് വേയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ നോർമലി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നോ ആ രീതിക്ക് തന്നെ നമുക്ക് പേയ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു റെസിപ്റ്റ് കാണിക്കും. അതിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം, സേവ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്യാം. എന്നിട്ട് ക്ലോസ് ചെയ്ത് ബാക്ക് ടു വരുമ്പം ഈ ഒരു പേജിലേക്ക് തന്നെ വരും. ഇവിടെ നിങ്ങൾക്ക് ചെയ്ത് ഇടുമ്പോൾ ലൈക്ക് ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ബഗ് വന്നിട്ട് ചിലപ്പം നമ്മൾ ചെയ്തെങ്കിലും പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കത്തില്ല. ഈ താഴത്തെ വെരിഫൈ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും ചിലപ്പോൾ കാണിക്കാറില്ല. പിന്നെ നിങ്ങൾക്ക് അതൊന്ന് കൺഫേം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ പേയ്മെൻ്റ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇൻഡെക്സ് എന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻഡെക്സ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീണ്ടും പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നുവെച്ചും താഴത്തേക്ക് ആ ഒരു പേജിലേക്ക് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഗെറ്റ് പേയ്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ അണ്ടറിൽ ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പേയ്മെൻറ്റ് ഫെയിൽ ആയോ അല്ലെങ്കിൽ സക്സസ് ആയോ എന്ന് കാണിക്കും. അപ്പോൾ ഫെയിൽഡ് ആണെങ്കിൽ വീണ്ടും നമുക്ക് എൻ്റർ ചെയ്തിട്ട് അതേ രീതിക്ക് ചെയ്താൽ മതി. എന്നുവെച്ചും നെക്സ്റ്റ് ഇൻഡെക്സ് എടുക്കുക, സബ്മിറ്റ് ചെയ്യുക, ഡോക്കറ്റ് എടുക്കുക, സബ്മിറ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് സ്റ്റേജായിട്ട് നമ്മുടെ ഫൈനൽ സബ്മിറ്റാണ് വരുന്നത്. ഫൈനൽ സബ്മിറ്റിൽ വ്യൂ ഫയൽ എടുത്ത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. എന്നിട്ട് ഡിക്ലറേഷൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് താഴത്തേക്ക് ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കും അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെട്ട നമ്പറിലേക്കും OTP വരും. അത് അടിച്ചു കൊടുത്ത് കഴിയുമ്പം അത് സബ്മിറ്റ് ചെയ്തതായിട്ട് കാണിക്കും. ഇന്ന ഈ ഫയൽ നമ്പറിലുള്ള ഇത് സബ്മിറ്റ് ചെയ്തതായിട്ട് കാണിക്കും. പിന്നെ നമ്മൾ ആദ്യം ഫയലിംഗ് എടുത്തപ്പോൾ കുറച്ച് ഒരു ഡ്രാഫ്റ്റ് ഫയലിങ്ങും അതേപോലെ തന്നെ
പെൻഡിങ് സ്ക്രൂട്ടണി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാണിച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബാക്കായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഡ്രാഫ്റ്റ് ഫയലിംഗ് നോക്കിയാൽ കാണാൻ പറ്റും. എന്നിട്ട് അതിൽ ആ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആദ്യം മുതൽ അതിൽ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനുള്ളത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് പെൻഡിങ് സ്ക്രൂട്ടണി നോക്കുവാണെങ്കിൽ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ഫയൽ ചെയ്ത് തീർന്ന ആ ഒരു കേസും കാര്യവും അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ ഡിഫക്റ്റ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഫയൽ ചെയ്ത് അത് അവരവിടെ നിന്ന് ഡിഫക്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വന്ന് കിടക്കും. എന്നുവെച്ചും ഈ ഒരു രീതിക്കായിരിക്കും കിടക്കുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്യൂർ ഡിഫക്റ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഈ കേസ് ഫയൽ ചെയ്തത് അതേ രീതിക്ക് എല്ലാ സ്റ്റേജും ആദ്യം മുതൽ വരും. അപ്പം നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് കറക്ഷൻ ഉള്ളത് മാത്രം കറക്റ്റ് ചെയ്തിട്ട് ബാക്കിയെല്ലാം സബ്മിറ്റ് ചെയ്ത് പോയാൽ മതി. അതിൽ വേറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആദ്യം മുതൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് സേവ് ആകത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾക്കിപ്പം ഡോക്യുമെൻറ്റ് ടൈപ്പിലാണ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അവിടെ എഡിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അത് മാറ്റണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് ആ ഫയൽ വേറെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഈ സെയിം രീതിക്ക് തന്നെ ആ ഡോക്യുമെൻറ്റ് കയറ്റി സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ പേയ്മെൻറ്റിൻ്റെ അവിടെ വരുമ്പോഴും ഇപ്പോൾ ബാലൻസ് പേയ്മെൻറ്റ് പ്രശ്നമാണെങ്കിലും അവിടെ തന്നെ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് പോയാൽ മതി. സബ്മിറ്റ് ചെയ്ത് വരുമ്പം ലാസ്റ്റ് ഇതിൽ അവർ ജസ്റ്റ് ആ ഒരു മറ്റേ ഇവരൊരു ഡിഫക്റ്റ് അടിച്ചത് എന്ത് പറഞ്ഞാൽ അടിച്ചതെന്ന് പറഞ്ഞൊന്ന് കാണിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു റിപ്ലൈ എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കാണും. അപ്പോൾ നിങ്ങൾ അവിടെ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചും ഡിഫക്ട്സ് ക്യൂഡ് ആൻഡ് റീസബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇത് റീസബ്മിറ്റ് ചെയ്തു എന്നും പറഞ്ഞ് നമ്മളെ കാണിക്കും. അപ്പോൾ അത് എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി അതപ്പോൾ ഇനി സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി രജിസ്റ്റേർഡ് ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫയൽ ചെയ്തിട്ട് കോർട്ട് അക്സെപ്റ്റ് ചെയ്ത കേസുകളെല്ലാം ഈ രജിസ്റ്റേർഡിലായിരിക്കും വന്ന് കിടക്കുന്നത്. പെൻഡിങ് സ്ക്രൂട്ടനിയിലാണ് നമ്മൾ ഫയൽ ചെയ്തിട്ട് അവിടെ നിന്ന് അക്സെപ്റ്റ് ചെയ്യാതെ ഇപ്പോഴും വെരിഫിക്കേഷന് കിടക്കുന്നതാണെങ്കിൽ പെൻഡിങ് സ്ക്രൂട്ടനിയിലും വന്ന് കിടക്കും. ഇത്രയാണ് കേസ് ഫയലിങ്ങിൽ ഉള്ളത്.